എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് അബിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തിൽ നമ്മൾ കാണുന്ന ആകെപ്പാടെ വിഷമത്തോടു കൂടി പ്രഭാവതി മുറിയിൽ പോയിരിക്കുകയാണ്. പ്രഭാവതിക്ക് അബി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് നോക്കിയപ്പോൾ വല്ലാത്തൊരു സങ്കടം വന്നു. കാരണം അമ്മ ഈ വീട്ടിൽ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് അപർണ മനഃപൂർവ്വം ചെയ്ത കാര്യങ്ങളാണ്. ഇൻസുലിൻ എടുത്ത് കളഞ്ഞൊക്കെ പാവം പൊന്നു കണ്ടതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഇപ്പൊ സത്യങ്ങളൊന്നും ആരും അറിയില്ലായിരുന്നു. ഒരുപക്ഷെ നാളെ തനിക്കും ഇതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അപർണ ഇത്രയ്ക്ക് ദുഷ്ടയാണോ? അവിടെ ഈ കുടുംബത്തിലുണ്ടെങ്കിൽ തന്നെ മിക്കവാറും അടിച്ചിറക്കാണ്ട് ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല തമ്പിയും കൂടെ ചേർന്നിട്ടുള്ള പരിപാടിയാണ്. അതൊക്കെ ഓർത്ത് കഴിയുമ്പോൾ ഭയങ്കര വിഷമമായിപ്പോയി. പിന്നെ സുമംഗലാമ്മയുടെ സ്വഭാവം നന്നായിട്ട് പ്രഭാവതിക്ക് അറിയാം. അവർക്ക് കിട്ടേണ്ടത് തന്നെ കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഒന്നുമല്ലെങ്കിലും അദ്ദേഹത്തിന്റെ അമ്മയല്ലേ. വൃദ്ധസ്ഥാനത്തിൽ ഇത്ര ഇതൊക്കെ ഉണ്ടായിട്ട് അവിടെ പോയി കിടക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. നാളെ തനിക്കും ഈ ഗതിയായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. അതൊക്കെ ഓർത്തപ്പോൾ പ്രഭാവതിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഒരുപക്ഷെ ഇതുകൊണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞ അബിയാണ് ഈ കുടുംബത്തിലെ മുന്നോട്ട് നയിക്കേണ്ടതെന്ന്. അബിയുടെ പേരിൽ ഈ വീട് എഴുതി വെച്ചാൽ അതുകൊണ്ടായിരിക്കും. അബി ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഈ കുടുംബം തന്നെ വേറെപ്പെട്ടു പോവും, അല്ലെങ്കിൽ അന്യാധീനപ്പെട്ടു പോകുന്ന അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടായിരിക്കാം എന്നൊക്കെ പ്രഭാവതി ഇങ്ങനെ ചിന്തിക്കുകയാണ്. ആ സമയം നിരഞ്ജനയും പൊന്നും കൂടെ എല്ലാവരുടെയും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുവാണ്. ജാനകിയോടും മേരിയമ്മയോടും ഒക്കെ. പൊന്നൂസനാണെങ്കിൽ ഭയങ്കര സങ്കടമായിരുന്നു തിരികെ വരാനായിട്ട്. ആ സമയം ജാനകി പറഞ്ഞു, പൊന്നൂസ് പൊക്കോ, ഇനി ഇടയ്ക്ക് അതെ നിരഞ്ജന ചെറിയമ്മയുടെ കൂടെ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയണം. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പൊന്നൂസ് അമ്മമ്മയുടെ ഭയങ്കര കമ്പനി ആയിട്ടുണ്ടായിരുന്നു. തിരികെ ഒന്നും പറഞ്ഞില്ലെങ്കിലും രാധാമണി വാരസരുടെ അടുത്ത് ചെന്ന പൊന്നൂസ് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ചെറുപറാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. രാധാമണി വാരസർ അതൊക്കെ കേട്ടിങ്ങനെ ചെറു പുഞ്ചിരിയോടെ കേട്ടോണ്ടിരിക്കും. എന്തോ വല്ലാത്തൊരു അടുപ്പ് ബന്ധം, ഒരു ആത്മബന്ധം അവർ തമ്മിലുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നിരഞ്ജനയ്ക്കും ഞാനെനിക്ക് സന്തോഷമായി. പക്ഷെ അവിടുന്ന് പോരുന്ന സമയത്ത് ഭയങ്കര സങ്കടമായിരുന്നു പൊന്നൂസിന്. പൊന്നൂസ് പറഞ്ഞു, ഞാനിവിടെ 2 ദിവസം നിന്നിട്ട് പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞാൽ, പക്ഷേ എങ്കിൽ ജാനകി പറഞ്ഞു അത് ശരിയാവത്തില്ല, മോള് വീട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞ് നിരഞ്ജനയുടെ ഒപ്പം പറഞ്ഞു വിടുവാണ്. അങ്ങനെ അവരങ്ങോട്ട് പോയി കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും രാധാമണി പരിസരം അതിലൂടെയല്ല ഇങ്ങനെ തിരയാൻ തുടങ്ങി. അങ്ങോട്ട് പോന്നു ഇങ്ങോട്ട് പോന്നു. കാര്യം എന്താന്ന് ഇവർക്കൊന്നും മനസ്സിലായില്ല. മേരിയമ്മയ്ക്കാണെങ്കിലും ജാനകിക്കാണെങ്കിലും എന്താ തിരയുന്നത്, ആരെയാ തിരയണമെന്നൊന്നും മനസ്സിലായില്ല. ഈ സമയം ജാനകി ഇന്ന് മേരിക്കുട്ടിയമ്മയോട് പറഞ്ഞു, മേരിക്കുട്ടിയമ്മ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, അമ്മ ആരോ തിരയുന്ന പോലെ നോക്കുന്നുണ്ടല്ലോ എന്ന് പറയണം, ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടല്ലോ എന്ന് പറയണം. കാരണം ഇതിനു മുമ്പ് അങ്ങനെയൊന്നും കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് അങ്ങനെയൊക്കെ ഒരു മാറ്റങ്ങൾ കാണുന്നത്. ആ സമയം മേരിക്കുട്ടിയും പറഞ്ഞു, ആരെയായിരിക്കും പോലും തിരയുന്നേ എന്ന് പറയണം. പിന്നീട് ജാനകി പതുക്കെ പോയി അടുത്തിരുന്നു. ജാനകി അടുത്തിരുന്നിട്ട് ഇങ്ങനെ രാധാമണീസോട് സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഫോണിനകത്തുനിന്ന് പൊന്നൂസിന്റെ ഫോട്ടോ എടുത്ത് കാണിക്കുകയാണ്. ദേ അമ്മ നോക്കിയേ, എൻ്റെ മോളാ ഇപ്പം ഇവിടുന്ന് വന്നിട്ട് പോയതേ ഉള്ളൂ, അമ്മ മോളോട് ഒരു വാക്ക് പോലും സംസാരിച്ചില്ലോ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് രാധാമണി മനസ്സിൽ ആ ഫോണങ്ങോട് വാങ്ങിയിട്ട് ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കുകയാണ്. കുറേ സമയം നോക്കി. എന്നിട്ട് മുഖത്തൊരു പുഞ്ചിരിയൊക്കെ വന്നു. ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ജാനകിക്ക് മനസ്സിലായി. ആ ഫോട്ടോയിലേക്ക് നോക്കിയിട്ട് ആ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. രണ്ടുപേർക്കും ഒരു കാര്യം മനസ്സിലായി, പൊന്നൂസിനെയാണ് ഇത്ര സമയം അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ജാനകി മേരിക്കുട്ടിയമ്മയോട് പറഞ്ഞു, ദേ അമ്മയ്ക്ക് നല്ല മാറ്റം ഉണ്ടല്ലോ എന്ന് ചോദിക്കുക. അത് മോളെ, ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും അധികം വൈകാതെ തന്നെ ഓർമ്മശക്തി തിരികെ കിട്ടുമായിരിക്കും. ട്രീറ്റ്മെന്റ് ഫലിക്കുന്നുണ്ടെന്ന് വേണം പറയാനായിട്ട്. അതുകൊണ്ടാണല്ലോ പൊന്നൂസിന്റെ കാര്യം ഓർത്തെടുത്തിട്ട് പൊന്നൂസിനെ തന്നെ ചിന്തിച്ചോണ്ടിരുന്നേ. പൊന്നൂസിനെ കാണാതെ വന്നപ്പോഴാണ് അവിടെ എല്ലാം അന്വേഷിച്ചെന്ന് മനസ്സിലായി. പിന്നീട് ജാനകി പറഞ്ഞൊരു കാര്യം ചെയ്യാം, സാബു ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എലിസബത്ത് ഡോക്ടറും കൂടെ കൊണ്ട് കാണിക്കണമെന്ന്. മേരിക്കുട്ടിയും പോവാം, നമുക്ക് 2 പേർക്കും ഡോക്ടറെ കാണാനായിട്ട് പോകാമെന്ന് പറയണം. അങ്ങനെ രാധാമണി വത്സരം കൊണ്ട് അവർ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ആ സമയത്ത് സുമംഗലാമ്മ വല്ലാത്ത ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. സുമംഗലാമ്മയ്ക്കാണെങ്കിൽ അവിടെ നിന്ന് എങ്കിലും ചാടിപ്പോയാൽ മതി എന്നുള്ളൂ. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നള്ളി വന്നിട്ട് പറഞ്ഞു, അതെ ഫുഡ് കഴിക്കാൻ വരുന്നില്ല എന്ന് ചോദിക്കാം. എനിക്ക് വിശപ്പില്ല എന്ന് പറയാം. വിശപ്പില്ല എന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ വേറെ ഫുഡൊന്നും കിട്ടത്തില്ല, അറിയാലോ. അന്നമ്മമാടത്തിന്റെ കാര്യം അറിയാലോ, പിന്നെ പച്ചവെള്ളം പോലും കിട്ടത്തില്ലെന്ന് പറയാം. സുമംഗല പറഞ്ഞു, എനിക്ക് ഇതിനേക്കാളും ഭേദം കൂടെ മരിച്ചാൽ മതിയായിരുന്നു, എനിക്കിവിടെ കഴിയാൻ പറ്റുന്നില്ല, ചൂടും ഇതെല്ലാം കൊണ്ട് മുറിക്കകത്തിരിക്കാൻ പോലും പറ്റുന്നില്ല നളിനി, നീ എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് മോചിപ്പിച്ച് തരാൻ പറയണം. ഞാൻ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. ജാനകി ആണെങ്കിലും അഭിയാണെങ്കിലും വന്നിട്ടില്ലല്ലോ. ഈ പറയുന്ന അവർ വരണമെങ്കിൽ നല്ല കാര്യം എന്തെങ്കിലും അവരോട് ചെയ്തെങ്കിലല്ലേ അവർ വരത്തുള്ളൂ, അല്ലെങ്കിൽ അവരിങ്ങോട്ടേക്ക് വരുമെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പം സുമംഗല പറഞ്ഞു, അല്ല അത് പിന്നെ ഞാൻ കൂടരുതെന്ന് പറയണ്ട. ജാനകി ആ അഭിയ ആരെങ്കിലും വന്നാലേ ഉള്ളൂ, വേറെ ആരും അവിടെ നിന്ന് വരാനായിട്ട് പോകുന്നില്ല. ഈ പറയുന്ന പ്രഭാവതി അമ്മയുടെ കാര്യം പോലെ അവിടെ കഷ്ടത്തിലാണെന്ന് തോന്നണമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ സുമംഗലാം പറഞ്ഞു, എങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്ന ഞാനാ,
ഇപ്പൊ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ, എനിക്ക് വയ്യ, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതേ കാലം ഞാൻ ജീവനോടെ ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല എന്ന് പറയണം. അത് കേട്ടതും നള്ളി പറഞ്ഞു, അവനവൻ ചെയ്ത് കൂട്ടി വെച്ച ചെറിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ, അതുകൊണ്ട് അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചിട്ടല്ലേ പോവുള്ളൂ, പെട്ടെന്ന് അങ്ങോട്ട് പോകത്തില്ലോ എന്നൊക്കെ പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പം സുമകലാമയ്ക്ക് നല്ല ദേഷ്യമായി. സുമകലാം പറഞ്ഞു, നീ തന്നെ ഇത് പറയണോടി, കുറെ കാലം അളകാവലിൽ ഉപ്പും ചോറും തിന്നല്ലേന്ന് ചോദിക്കുക. അതെ, അതിന് നന്ദിയും കടപ്പാടും ആ കുടുംബത്തോടുണ്ട്, പക്ഷെ നിങ്ങളോടില്ല. നിങ്ങൾ ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് എന്നോട് ചെയ്ത എന്തൊക്കെയാന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാമെന്ന് പറയണം. ഇത്രയും പറഞ്ഞിട്ട് നള്ളി അങ്ങോട്ട് പോയപ്പോഴത്തേനും സുമകലാമ്മ ആകപ്പാടെ വീർപ്പ് മുട്ടിയിരിക്കുകയാണ്. പിന്നീട് നിരഞ്ജനെയും പൊന്നും കൂടെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വരണ സമയത്ത് അപർണ എവിടെ ഉണ്ടായിരുന്നു. അപർണ എന്ന് പൊന്നിനോട് ചോദിച്ചു, അല്ല നിങ്ങൾ രണ്ടുപേരും കൂടെ എങ്ങോട്ട് പോയതാന്ന് ചോദിക്കാം. പെട്ടെന്ന് നിരഞ്ജന പറഞ്ഞു, ഞങ്ങൾ എൻ്റെ വീട് വരെ പോയതാന്ന് പറയാം. ഇതെന്താ ഇവളെയും കൊണ്ട് പോകാനായിട്ട്? അല്ല, പൊന്നൂസ് ഇവിടെ വെറുതെ ഇരിക്കുമല്ലേ, അതുകൊണ്ട് പൊന്നൂസിനെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ ഇവൾക്ക് ബീച്ചിലൊക്കെ പോകണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് കൊണ്ടുപോയതാന്ന് പറയണം. അപർണ അടിമുടിയൊന്ന് നോക്കി, എന്തെങ്കിലും കള്ളലക്ഷണം ഉണ്ടോ ഇവരുടെ മുഖത്ത് എന്ന് നോക്കുകയാണ്. പിന്നീട് നിരഞ്ജന പറഞ്ഞു, ബാ പൊന്നൂസ് എന്ന് പറഞ്ഞ് അധികം അപർണയ്ക്ക് മോൻ കൊടുക്കാതെ പൊന്നൂസിനോട് അങ്ങോട്ട് കയറിപ്പോയി. എന്നിട്ട് പറഞ്ഞു, ആര് ചോദിച്ചാലും പറഞ്ഞാൽ മതി, നിരഞ്ജന ചെറിയമ്മയുടെ വീട്ടിൽ വന്നാന്ന്. ഞാൻ അങ്ങനെയോ പറയത്തുള്ളൂ എന്ന് പറയണേ. പിന്നീട് പൊന്നൂസ് മുറിയിൽ ചെല്ലുമ്പോൾ അബി ഉണ്ടായിരുന്നു. അബി വിശേഷങ്ങളൊക്കെ തിരക്കുവാണ്. പൊന്നൂസ് പറഞ്ഞു, എനിക്ക് അമ്മമ്മയെ കണ്ടിട്ട് അവിടുന്ന് പോരാൻ തോന്നില്ലെന്ന് പറയാം. സാരമില്ലെന്നേ, അമ്മമ്മ അധികം വയ്യാതെ ഇങ്ങോട്ടേക്ക് വരും. അമ്മമ്മയ്ക്ക് ഓർമ്മശക്തിയെ തിരികെ കിട്ടും, പിന്നെ കുഴപ്പമില്ലോ. പൊന്നൂസ് എന്തിനാ സങ്കടപ്പെടുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബി പൊന്നൂസിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ആ സമയം തമ്പി ആകപ്പാടെ തീ പിടിച്ച അവസ്ഥയിലാണ് നടക്കണേ. തമ്പിക്ക് അങ്ങോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കുമാണ് SI സേനന്റെ വീട് വരുന്നത്. സേനൻ വിളിച്ചിട്ട് പറഞ്ഞു, അതെ തമ്പി, അത് വിശ്വത്തിന്റെ നമ്പർ തന്നെയാന്ന് പറയണം. വിശ്വത്തിന്റെ നമ്പരോ? അതെ, കാരണം വക്കീലിനോടല്ല കളിക്കുന്നത്, സക്കീർ വക്കീൽ. അങ്ങനെ ഒരു വിശ്വത്തിന്റെ നമ്പറിൽ നിന്ന് വിളിക്കുന്ന സമയത്ത് ഒരു വിശ്വം എന്നുള്ള ഒരാളുടെ പേരിലുള്ള സിമ്മായിരുന്നു എടുത്തത്. അങ്ങനെ SI നോക്കിക്കഴിഞ്ഞപ്പോൾ അത് വിശ്വത്തിന്റെ പേരിലുള്ള സിമ്മ് തന്നെയാണ്. പിന്നീട് തമ്പിയോട് പറഞ്ഞു, വിശ്വം തന്നെ ആള് തന്നെയാണ്, അങ്ങനെയാണ് തമ്പിയുടെ മോനാവാനാണ് ചാൻസ്. ഞാൻ കരുതി വേറെ ആരെങ്കിലും ഇനി തമ്പിക്കിട്ട് പണി തരുന്നതായിരിക്കും എന്ന് വിശ്വസിച്ചെന്ന് പറയാം. അതോടെ കേട്ട് കഴിഞ്ഞപ്പോൾ തമ്പിക്ക് സഹിച്ചില്ല. തമ്പി പറഞ്ഞു, ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കാം. ഒരു രക്ഷയില്ല, അവൻ ഇങ്ങോട്ട് വന്നിരിക്കുന്ന എന്തിനാന്ന് ആദ്യം അറിയണം. അവൻ്റെ ഉള്ളിലെ ലക്ഷ്യം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് തമ്പിക്ക് ഇനി മുന്നോട്ട് വെക്കാൻ പറ്റുള്ളൂ. ഒരു പക്ഷേ തമ്പിയുടെ വീട്ടിലേക്ക് അങ്ങനെ കയറി വന്നാൽ അറിയാലോ, പിന്നെ ആകെപ്പാടെ പെട്ടുപോകുന്നു പറയാം. അതോടെ കേട്ട് കഴിഞ്ഞപ്പോൾ തമ്പിക്ക് സമനില എറ്റുന്ന പോലെ ഒരു അവസ്ഥ വരുവാണ്. എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നറിയത്തില്ലാത്ത ഒരവസ്ഥ. ഏത് നിമിഷം വേണം വിശ്വം കൺമുന്നിൽ വന്ന് നിൽക്കാന്നൊരു ചിന്ത തമ്പിനെ ഇങ്ങനെ ഓരോ നിമിഷവും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നീട് ജാനകിയും മേരിക്കുട്ടിയമ്മയും ഡോക്ടറെ കാണിക്കാനായിട്ട് രാധാമണിയും കൂടി ചെല്ലുവാണ്. അങ്ങനെ ഡോക്ടർ കൺസൾട്ട് ചെയ്തതിന് ശേഷം കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ ഇവർക്ക് ഓർമ്മശക്തി തിരികെ കിട്ടുമെന്നൊക്കെ പറയണം. അങ്ങനെ സ്കാനിങ്ങും കാര്യങ്ങളും എല്ലാം എടുത്തു. ഡോക്ടറെ കണ്ട് സന്തോഷത്തോട്ട് അവരങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. അങ്ങനെ ഒരു ഓട്ടോറിക്ഷയിലേക്ക് വന്ന് കയറുവാണ്. അങ്ങനെ ഓട്ടോറിക്ഷയിലേക്ക് വന്ന് കയറുന്ന സമയത്താണ് ഒരു കാറങ്ങോട്ട് വന്ന് നിൽക്കുന്നത്. കാറിനകത്തുനിന്ന് ഒരു ചെറുപ്പക്കാരൻ അങ്ങോട്ട് ഇറങ്ങുവാണ്. ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ നോക്കിക്കഴിയുമ്പോഴത്തേനും രാധാമണിയമ്മേ, മേരിക്കുട്ടിയമ്മേ, പിന്നെ ജാനകിയും കൂടെ ഉണ്ട്. അവർ ഓട്ടോറിക്ഷയിലേക്ക് അങ്ങോട്ട് കയറാൻ തുടങ്ങുള്ളൂ. ഒരു നിമിഷം അവനിങ്ങനെ നോക്കി നിന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഓടി വരുമ്പോഴത്തേനും ആ ഓട്ടോറിക്ഷ അങ്ങോട്ട് പാഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അവന് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റില്ല. ആരെ എന്താണെന്നും അറിയത്തില്ല അവൻ്റെ വരവ്. അവൻ ജാനകിനെയാണ് ഉന്നമിട്ടിരിക്കുന്നത്. കാരണം ഇനിയിപ്പോൾ ജാനകിയെ അവൻ നേരത്തെ അറിയാവോ അതോ ഇനിയിപ്പോൾ വേറെന്തെങ്കിലും സംഭവമാണെന്ന് അറിയത്തില്ല. ഒരു കാര്യം ഉറപ്പാണ്, നല്ലതിനുള്ള വരവല്ല അവൻ്റെ വരുന്നത്. അവൻ എന്നാൽ ജാനകിനെ പിന്തുടർന്ന് നിൽക്കേണ്ട. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് നാളെ കാണാൻ പോകുന്നത്. ഇനിയിപ്പം നകുലനാണ് ഒരു കഥാപാത്രമായിട്ട് വരുന്നത്. അപ്പം നകുലൻ്റെ വരവോട് കൂടിയിട്ട് കഥയിൽ വേറെയും ടിസ്റ്റുകൾ ഇനി വരാനായിട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോടെ നിർത്തുന്നു. നന്ദി.